നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെയും നാദൃഷയുടെയും മൊഴിയെടുക്കൽ പുരോഗമിക്കുകയാണ്. ആലുവ പോലീസ് ക്ലബ്ബിലെത്തിയാണ് ഇരുവരും മൊഴി നൽകുന്നത്. ADGP ബി സന്ധ്യയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുക്കുന്നത്. നികേഷ് ചേരുന്നു. നികേഷ്, ഉച്ചയ്ക്ക് 12:30 ആരംഭിച്ചതാണ് മൊഴിയെടുക്കാൻ. 9 മണിക്കൂറിലധികം പിന്നിട്ടിരിക്കുന്നു. എന്ത് നടപടിക്രമങ്ങളിലൂടെയാണ് ഇന്ന് ഈ മൊഴിയെടുക്കൽ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയത്? ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? തുടരുകയാണ്. രാവിലെ ഉച്ചയ്ക്ക് 12:00 മൊഴി നൽകാനായി ഇരുവരും ആലുവ പോലീസ് ക്ലബ്ബിലെത്തിയത്. ഇത്തരത്തിലൊരു മാധ്യമ വിചാരണയ്ക്ക് താൻ നിന്നു തരില്ലെന്നും തനിക്ക് നിയമത്തിൽ വിശ്വാസമുണ്ടെന്നും കോടതിയിലും പോലീസിലും കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് ദിലീപ് മൊഴിയെടുക്കലിനായി പോയത്. അതോടൊപ്പം തന്നെ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയും ഇവരുടെ കൂടെ പോലീസ് ക്ലബ്ബിൽ എത്തിയിരുന്നു. ഏകദേശം 8 മണിക്കൂർ ഇപ്പോൾ പിന്നിടുന്നു. തന്റെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പൾസർ സുനിയും അതോടൊപ്പം തന്നെ ഇവരുടെ കൂട്ടാളികളും ഭീഷണിപ്പെടുത്തുക എന്നുള്ള പരാതിയിന്മേലാണ് ഇപ്പോൾ മൊഴി നൽകൽ എന്നായിരുന്നു ദിലീപ് ഈ ഘട്ടങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പൾസർ സുനിക്ക് ജയിലിൽ സഹായം ചെയ്ത വിഷ്ണു അറസ്റ്റിലായപ്പോഴും അത് മറ്റ് വിവാദങ്ങൾ ഉണ്ടായപ്പോഴും പോലീസ് നടപടികളെല്ലാം പരാതിയിന്മേലാണ് പോലീസ് കൂടുതൽ നടപടികൾ നടക്കുന്നു എന്നായിരുന്നു ദിലീപ് പറഞ്ഞത്. ഇതിനെ തുടർന്ന് ദിലീപ് പറഞ്ഞിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഏത് പോലീസ് നടപടിയുമായി താൻ സഹകരിക്കുമെന്നായിരുന്നു. ഇന്ന് രാവിലെയാണ് ദിലീപ് തമിഴ്നാട്ടിൽ നിന്ന് കൊച്ചിയിലെത്തിയത്. ഉടൻ തന്നെ പോലീസ് ക്ലബ്ബിൽ പോലീസ് നേരത്തെ വിവരം അറിയിച്ചതിന് പ്രകാരം പോലീസ് ക്ലബ്ബിൽ ഹാജരാവുകയായിരുന്നു. 2 ഘട്ടമായിട്ടാണ് പോലീസ് ദിലീപിൽ നിന്ന് മൊഴിയെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 2ാം ഘട്ടത്തിൽ ഉയർന്നു വന്ന ബ്ലാക്ക് മെയിലിംഗ് അതോടൊപ്പം തന്നെ പണം തട്ടാൻ ശ്രമം എന്നീ ദിലീപിന്റെ പരാതിയിന്മേൽ വിശദമായി മൊഴിയെടുക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് ദിലീപിനെ പോലീസ് ചോദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ദിലീപിൽ നിന്ന് മൊഴിയെടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയാണ് ദിലീപിന് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഓരോ രേഖകളും ഓരോ തെളിവുകളും കൃത്യമായി ബന്ധിപ്പിക്കുന്ന രീതിയിലായിരുന്നു പോലീസിന് ചോദ്യം ചെയ്യൽ. ഇനിയൊരു അവസരം, മറിച്ചൊരു പ്രചരണം ഉണ്ടാവാതിരിക്കാൻ ദിലീപ് ഈ കേസുമായി, ഈ ഗൂഢാലോചനയുമായി, ദിലീപ് നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ ഏതെങ്കിലും തരത്തിൽ ഭാഗമായിട്ടുണ്ടോ എന്നുള്ള വിശദമായ അന്വേഷണം തന്നെയാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി പോലീസ് കൃത്യമായ തെളിവുകൾ ശേഖരിച്ചിരുന്നു, കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ദിലീപിനെയും നാദിർഷിനെയും ഈ മൊഴിയെടുക്കലിനായി ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തവും കൃത്യവുമായുള്ള നടപടികളിലൂടെയാണ് പോലീസ് കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ സമയദൈർഘ്യം ഏകദേശം 8 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇനി മറ്റൊരു ആക്ഷേപത്തിന് ഇടവരുത്താത്ത രീതിയിലുള്ള ചോദ്യം ചെയ്യൽ തന്നെയാണ് നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ദിലീപിനെയും നാദിർഷയെയും പോലീസ് ചോദ്യം ചെയ്ത് അത്തരത്തിൽ കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യലിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ പേരുകൾ ഉയർന്നു കേട്ടപ്പോൾ ആദ്യം കേട്ടത് ഇതുമായിട്ട് റിയൽ എസ്റ്റേറ്റ് ബന്ധമുണ്ടെന്നും നടിയുമായി പണമിടപാടുണ്ടെന്നും എന്നുള്ള തരത്തിലുള്ള വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ ഇതെല്ലാം കൃത്യമായി പോലീസ് മുന്നിൽ നിരത്തിവെച്ചുകൊണ്ട് ഈ കേസിന് ഇത്തരത്തിൽ. നികേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. സംഭവവുമായി ബന്ധപ്പെട്ട ഇന്നസെന്റ് MP പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ചെയ്ത കാര്യങ്ങൾ, ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ എന്തുകൊണ്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ചർച്ച ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ചർച്ചയ്ക്ക് വരേണ്ട കാര്യമില്ല ശരിക്കും. പക്ഷേ എല്ലാവരും കൂടെ ആവശ്യപ്പെടുകയാണ് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതും ഓക്കെ. ഭാരവാഹിലൂടെയായിട്ടുള്ള ദിലീപിനെ ചോദ്യം ചെയ്യൽ തുടരുകയാണല്ലോ, ആ ഒരു സാഹചര്യത്തിൽ അത് ചർച്ച വരില്ലേ നമ്മുടെ സഹപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ? അല്ല, നമ്മൾ കോടതിയിലൊരു കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ അത് ഇതൊക്കെ പറയുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. ഞാനിത് ആദ്യം തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ബെഹ്റ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ച് പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ